ഹലോ മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെ അല്ലേ? ഇന്ന് സ്പെഷ്യലായിട്ടൊരു ഐറ്റം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അതും ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് മസാല ഫ്രൈ. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ആക്കുന്നത് ആ രീതിയിൽ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തത് ചൂടാറി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണമാക്കി എടുക്കണം. ഇനി നമുക്കിവിടെ 3 സവാള എടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. സവാള മീഡിയം സൈസിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ട് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള എല്ലാം നല്ല ഗോൾഡ് കളറാവണം, അതായത് ലൈറ്റ് ഗോൾഡ് കളറായിട്ട് മൊരിഞ്ഞിട്ട് വരണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതേപോലെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. സവാളയിൽ ഇപ്പോൾ പകുതിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇതേപോലെ നല്ലോണം മൊരിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി, അതായത് മുളക് ചതച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്രയും ഇട്ടിട്ട് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം. പൊടികളൊന്നും കരിഞ്ഞു പോകാതെ രീതിയിൽ വേണം വഴറ്റിയെടുക്കാൻ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൈ ആയ ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കണം. ചിക്കൻ എത്രത്തോളം കൂടുതലിട്ട് അത്രത്തോളം റെസിപ്പി നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇനി ഈ മസാലൻ്റെ ഒക്കെ കോഴി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് എടുക്കണം, എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് എടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ വലിയ സൈസിൽ എടുക്കണ്ട, മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് മതി. പിന്നെ വേവിക്കുമ്പോൾ ഉപ്പിടണം. കുക്കറിലാണ് ഞാൻ വേവിച്ചത്. 4 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചിട്ട് എടുത്തത്. നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലൻ്റെ ഒക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഈ സമയത്ത് ഉപ്പ മുളക എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി എരിവ് കുറവെന്ന് തോന്നിയെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഈ സമയം തന്നെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തര്. ഇപ്പോൾ എല്ലാം കൂട്ടിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ക്ലിയറായിട്ട് മസാലയും ഉപ്പും എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. പിന്നെ വേണ്ടത് ബ്രെഡ്. ഞാൻ ബ്രെഡിയുടെ സൈഡെല്ലാം കട്ടാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിന് കറക്റ്റ് അളവൊന്നുമില്ല. ഈ മസാല എത്രത്തോളം തികയുന്നു അത്രത്തോളം നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ബ്രെഡിൻ്റെ ഒരു പീസ് വെച്ചുകൊടുത്താൽ പിന്നെ ഞാൻ കുറച്ച് തക്കാളീൻ്റെ സോസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് പകരമായിട്ട് മയോണൈസ് ഉണ്ടെങ്കിൽ മയോണൈസും വെച്ച് കൊടുക്കുക. ഇനി മസാല ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കണം. കുറച്ച് കട്ടിക്ക് തന്നെ വെച്ച് കൊടുത്തെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നല്ല പോലെ ലെവലാക്കിയിട്ട് എടുക്കണം. എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ തന്നെയാണ്. ഞാനിവിടെ ബ്രെഡിലേക്ക് മസാല എല്ലാം വെച്ച് കൊടുത്തതിനെ പിന്നെ വേറൊരു ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കണം. ഇനി ഈ ബ്രെഡ് നമുക്ക് കട്ടാക്കിയിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ 2 ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ 3 ആക്കിയിട്ടും കട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് വണ്ണം കുറഞ്ഞിട്ട് നീളം കാണും. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമുണ്ട് ആ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ വേറെ ഒന്നും കൂടി കാണിച്ചു തരാം. മസാല വെച്ച പിന്നെ ബ്രെഡ് വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തിയിട്ട് എടുക്കണം. ഇനി 2 പീസാക്കിയിട്ട് ഞാനിവിടെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് മൈദ. കുറച്ച് മൈദ എടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് ലൂസിൽ കലക്കിയിട്ട് എടുക്കണം. കൂടുതൽ ലൂസ് വേണ്ട, കൂടുതൽ കട്ടി വേണ്ട. പിന്നെ വേണ്ടത് കോൺഫ്ലേക്സ്. ഇനി കോൺഫ്ലേക്സ് നിങ്ങളെ കയ്യിൽ ഇല്ല എങ്കിൽ ഒരു 4 പീസ് ബ്രെഡ് പൊടിച്ചിട്ട് എടുത്താൽ മതി. പൊടിക്കുമ്പോൾ നല്ലോണം നൈസായിട്ട് പൊടിക്കണ്ട, നല്ല തരിതരിയോട് കൂടിയിട്ട് പൊടിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഈ കോൺഫ്ലേക്സ് ഒന്ന് കൈയോട് പൊടിച്ചിട്ടെടുത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പിൽ ഞാൻ ഇട്ട് കൊടുത്ത്. പിന്നെ വേണ്ടത് ക്രഷ്ഡ് ചില്ലി, അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്, അതായത് മുളകുണ്ടല്ലോ ചതച്ചത്, അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ബ്രെഡിൽ മുക്കിയിട്ട് കാച്ചുന്നതിനേക്കാളും ടേസ്റ്റ് കോൺഫ്ലേക്സിൽ മുക്കിയിട്ട് കാച്ചുന്നതാണ്. ഇനി നിങ്ങളെ കയ്യിൽ കോൺഫ്ലേക്സ് ഇല്ല എങ്കിൽ ബ്രെഡ് പൊടി മുക്കിയിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി മൈദ ബാറ്റുണ്ടല്ലോ കലക്കി വെച്ച, അതിലേക്ക് ഈ ബ്രെഡ് റെസിപ്പി മുക്കിയിട്ട് കോൺഫ്ലേക്സിൽ നല്ലോണം പൊതിഞ്ഞിട്ട് എടുക്കണം. എത്രത്തോളം പൊതിഞ്ഞിട്ട് വരുന്നു അത്രത്തോളം നല്ല കാണാൻ ഭംഗിയും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാൻ നല്ലോണം മുക്കിയിട്ട് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്.
ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ മൈദ ബാറ്ററിൽ മുക്കിയിട്ട് എടുക്കണം. അതേപോലെ കോൺഫ്ലെക്സ് നല്ലോണം പൊതിഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ. ഭയങ്കര ടേസ്റ്റുമാണ്, വെറൈറ്റിയുമാണ്. നമുക്കൊരു ഗസ്റ്റെല്ലാം വന്നിട്ടാകുമ്പോൾ ഇത് കൊടുക്കാൻ എന്തോ ഒരു പാങ്ങന്നെ. ഗസ്റ്റെല്ലാം വന്നിട്ടാകുമ്പോൾ നമ്മൾ ടേബിളിൽ ഇത് കൊണ്ടുവെക്കുമ്പോൾ എന്തോ ഒരു ഭംഗി. പിന്നെ കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റ് മക്കളെ. നിങ്ങൾ എല്ലാവരും ഈ നോമ്പിന് എന്നെ ഒന്ന് ആക്കിയിട്ട് നോക്ക്. ഇനി നോമ്പിനാ പെരുന്നാക്ക ഗസ്റ്റ് വന്നാലാ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കാം. അത്ര എളുപ്പമാണ്, അത്ര തന്നെ ടേസ്റ്റുമാണ്. ഇനി നല്ലോണം തിളക്കുന്ന എണ്ണയിൽ ഇട്ടിട്ടായിട്ട് ഒരു മീഡിയം തീയിലാക്കിയിട്ട് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഈ കോൺഫ്ലെക്സ് എല്ലാം നല്ലോണം കറുമുറു ആണം. അപ്പം അങ്ങനെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓരോ ഭാഗവും എണ്ണയിലേക്ക് മുങ്ങുന്ന രീതിയിലാക്കിയിട്ട് നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഈ മല്ലിച്ചപ്പും അതേപോലെ തന്നെ മുളക് ചതച്ചിട്ടിട്ടേ ഇതെല്ലാം കോൺഫ്ലെക്സിൻ്റെ ഇടയിൽ കൂടിയിട്ട് കാണുമ്പോൾ എന്തോ ഒരു പാങ്ങ് മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അഭിപ്രായം അറിയിക്കണം. ഞാനിപ്പോൾ കാണിച്ചു തന്നപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിനാ, നിങ്ങൾ ഉണ്ടാക്കിനാ എന്നല്ലേ എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിനെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കെല്ലാം ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുത്തര്. പിന്നെ എൻ്റെ ചാനൽ പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ടാക്കണം. കാസർഗോട്ടെ പുതിയ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയും അതേപോലെ പഴമയാർന്ന റെസിപ്പിയും എല്ലാം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് ഓൾ എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് നെക്കിയിട്ട് വെച്ചെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടും. പുതിയ ഐറ്റവും പെരുന്നാൻ്റെ അപ്പവും എല്ലാം നിങ്ങൾക്ക് കിട്ടും. നമ്മളെ പണ്ടേയുള്ള കാസർഗോട്ടെ റെസിപ്പിയെല്ലാം ഉണ്ടല്ലോ അത് വേണമെങ്കിൽ അതും എല്ലാം ഞാൻ അപ്ലോഡ് ആക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനും കാണണം. പിന്നെ എല്ലാ റെസിപ്പിയും അപ്ലോഡാക്കി ആ സമയം തന്നെ നിങ്ങൾ കണ്ടിട്ട് എന്നെ സപ്പോർട്ടാക്കണം. അപ്പോൾ ഇത് നല്ല തക്കാളിൻ്റെ സോസ് എല്ലാം കൂട്ടിയിട്ട് തിന്നാൻ എന്തോ ഒരു ടേസ്റ്റ് മക്കളെ. വീണ്ടും കാണാൻ ജസാക്കല്ലാഹ് ഖൈർ.